ഹലോ, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ടേസ്റ്റ് ഓഫ് ഹോം. ടേസ്റ്റ് ഓഫ് ഹോമിലെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നൊരു തനി നാടൻ ചിക്കൻ കറിയാണേ. അതിനായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഇതൊക്കെ. 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക്, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 തക്കാളി അരിഞ്ഞത്, 3 സവാള അരിഞ്ഞത്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കറിവേപ്പില, വലിയ ജീരകം, 2 നാരങ്ങ, പച്ചമുളക് നീളത്തിനരിഞ്ഞത്, 1 തേങ്ങ കൊത്തായിട്ട് അരിഞ്ഞെടുത്തത്. അടുപ്പിലേക്ക് പാത്രം വെച്ച് പാത്രം ചൂടായതിനു ശേഷം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ എണ്ണ നല്ല ചൂടായതിനു ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ഇതിലേക്കിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് മൂക്കണ്ട, ജസ്റ്റ് എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുത്താൽ മതിയാവും. എന്നിട്ട് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റാം. അങ്ങനെ നമ്മളെല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വലിയ ജീരകവും അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. നീളത്തിന് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്ത് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള കൂടി ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 3 സവാളയാണ്. 3 അത്യാവശ്യം വലിയ സവാളയാണ്. ഇളക്കി കൊടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. തക്കാളി കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇനി ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. കുറച്ച് നേരം അടച്ചു വെച്ചതിന് ശേഷം നമുക്ക് തുറന്നു കൊടുക്കാം. നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ ഇളക്കുന്നതിൻ്റെ ഇടയ്ക്ക് തക്കാളിയൊക്കെ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് ഉടച്ചു കൊടുക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന പൊടികൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ മിക്സാക്കി എടുക്കാം. നല്ലപോലെ മിക്സാക്കി എടുത്തതിന് ശേഷം നല്ലപോലെ മിക്സാക്കി എടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കാം. എന്നിട്ട് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മളിവിടെ 2 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. നല്ലപോലെ മിക്സാക്കി കൊടുക്കണേ. എന്നിട്ട് നമുക്ക് ഉപ്പ് കുറവാണെന്ന് തോന്നുമെങ്കിൽ ചിക്കൻ കുറച്ച് പകുതി വേവാകുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മളിവിടെ ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട്. അടച്ചു വെച്ച് നമ്മൾ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് എണ്ണയിൽ വഴറ്റിയെടുത്ത് തേങ്ങാക്കൊത്തും കൂടി ചേർത്ത് നല്ലപോലെ മിക്സാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ നാടൻ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കപ്പയുടെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയൊരു മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഐറ്റമാണ്. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റിലൂടെ അറിയിക്കണം. ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.